ജെറുസലേമിൻ്റെ പഴയ മതിലുകളാൽ ചുറ്റപ്പെട്ട നഗരത്തിന് പുറത്ത് സിയോൺ മലയുടെ കിഴക്കൻ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് ഗള്ളിക്കാന്തുവിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ദേവാലയം അഥവാ ചർച്ച് ഓഫ് സെയിൻറ്റ് പീറ്റർ ഇൻ ഗള്ളിക്കാന്തു. പുതിയ നിയമത്തിലെ പത്രോസിൻ്റെ നിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഗള്ളിക്കാന്തു എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പള്ളിക്ക് ഈ പേര് ലഭിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം പൂവൻകോഴിയുടെ കൂവൽ എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ താൻ യേശുവുമായി ബന്ധപ്പെട്ടവനാണോ എന്നുള്ള ചോദ്യത്തിന് പത്രോസിൻ്റെ 3 തവണത്തെ നിഷേധം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പത്രോസിൻ്റെ 3 തവണത്തെ നിഷേധത്തിൻ്റെ തള്ളിപ്പറയലിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദേവാലയത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. കുരിശുദ്ധക്കാരാണ് ഈ ദേവാലയത്തിന് ഈ പേര് നൽകുന്നതും. യേശുവിനെ വിചാരണ ചെയ്ത യഹൂദ മഹാപുരോഹിതനായ കയ്യഫാസിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയാണ് പത്രോസിൻ്റെ 3 തവണത്തെ നിഷേധവും അരങ്ങേറിയത്. ബോർഡോയിലെ തീർത്ഥാടകൻ തൻ്റെ ഇറ്റിനേറിയം ബുർഡികാലൻസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് സിലോഹയിലെ കുളത്തിൽ നിന്ന് സിയോൺ മലയിലേക്ക് പോകുമ്പോൾ പുരോഹിതനായ കയ്യഫാസിൻ്റെ വീട് കാണാം എന്നാണ്. ഏറ്റവും പുരാതനമായ ഒരു തെളിവാണ് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. AD 457 പത്രോസിൻ്റെ മാനസാന്തരത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ബൈസൻ്റൈൻ ആരാധനാലയം ഈ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ 1010 ഫത്തിമിദ് ഖലീഫ അൽ ഹക്കിം പി അംആറല്ല അത് നശിപ്പിച്ചു. 1102 കുരിശുദ്ധക്കാർ ഈ ചാപ്പൽ പുനർനിർമ്മിക്കുകയും അതിന് ഇന്നത്തെ പേര് നൽകുകയും ചെയ്തു. 1187 ജെറുസലേം നശിക്കപ്പെടുന്നതിനും വീഴുന്നതിനും ശേഷം ദേവാലയം വീണ്ടും നശിച്ചു പോവുകയും 1931 വരെ പുനർനിർമ്മിക്കപ്പെടാതിരിക്കുകയും ചെയ്തു. 1887 സ്ഥാപിതമായതും മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിന് പേര് നൽകിയിട്ടുള്ളതുമായ ഒരു ഫ്രഞ്ച് സന്യാസ സഭയായ അസംഷനിസ്റ്റ് ഫാദേഴ്സിൻ്റേതാണ് ഇന്ന് ഈ ദേവാലയം. ബൈബിളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പത്രോസിൻ്റെ നിഷേധത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു സ്വർണ്ണ പൂവൻകോഴി ആരാധനാലയത്തിൻ്റെ മേൽക്കൂരിൽ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സ്ഥലത്ത് പ്രധാനമായും 2 ദേവാലയങ്ങളാണ് നാം കാണുക. പള്ളിയുടെ പ്രധാന നിലയ്ക്ക് മുകളിലുള്ള ഒരു പാർക്കിംഗ് സ്ഥലത്ത് നിന്നാണ് ഉപരിതലത്തിലെ പ്രധാന പള്ളിയിലേക്കുള്ള പ്രവേശനം. നടുമുറ്റത്ത് നിഷേധത്തിൻ്റെ സംഭവങ്ങളെയും അതിൻ്റെ പ്രധാന വ്യക്തികളെയും ചിത്രീകരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന സ്ത്രീ, റോമൻ പടയാളി, പൂവൻകോഴി. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 57-ാം വചനവും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്ത്രീയെ എനിക്കവനെ അറിയില്ല. പ്രവേശന കവാടത്തിന് ഇരുവശത്തും ബൈബിളിലെ കൊത്തുപണികളാൽ അലങ്കരിച്ച ഇരുമ്പ് വാതിലുകളുണ്ട്. വലതുവശത്ത് ഖനനത്തിനിടയിൽ കണ്ടെത്തിയ 2 ബൈസൻ്റൈൻ കാലഘട്ടത്തിലെ മൊസൈക്കുകൾ കാണാൻ സാധിക്കും. ഇവ 5-ാം നൂറ്റാണ്ടിലെ ആരാധനാലയത്തിൻ്റെ തറയുടെ ഭാഗമായി ആർക്കിയോളജിസ്റ്റുകൾ കണക്കാക്കപ്പെടുന്നു. പ്രധാന ആരാധനാലയത്തിൽ പുതിയ നിയമത്തിലെ വ്യക്തികളെ ചിത്രീകരിക്കുന്ന വലിയ വർണ്ണാഭമായ മൊസൈക്കുകളുണ്ട്. പ്രവേശന കവാടത്തിന് അഭിമുഖമായി ബന്ധിക്കപ്പെട്ട യേശുവിനെ കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിൽ ചോദ്യം ചെയ്യുന്നതും, വലതുവശത്ത് യേശുവും ശിഷ്യന്മാരും അന്ത്യത്താഴത്തിൽ ഭക്ഷണം കഴിക്കുന്നതും, ഇടതുവശത്ത് ആദ്യത്തെ മാർപ്പാപ്പയായി കണക്കാക്കപ്പെടുന്ന പത്രോസിൻ്റെ പുരാതന മാർപ്പാപ്പയുടെ വസ്ത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതും കാണാം. ഒരുപക്ഷെ അകത്തളങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷ വിവിധ വർണ്ണങ്ങളിൽ രൂപകൽപ്പന ചെയ്ത വലിയ കുരിശിൻ്റെ ആകൃതിയിലുള്ള ജനാലയാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം.
വിശുദ്ധ കുരിശിൻ്റെ 14 സ്ഥലങ്ങളും ലളിതമായ കുരിശുകളാൽ അടയാളപ്പെടുത്തി ഭിത്തികളിൽ നിരത്തിയിരിക്കുന്നതും കാണാം. ഉപരിതലത്തിലെ പള്ളിക്ക് താഴെ പുരാതന ഗുഹകളിൽ നിന്നുള്ള കല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്പലുണ്ട്. ആരാധനാലയത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു ദ്വാരത്തിലൂടെ ബൈസൻ്റൈൻ ആരാധനാലയത്തിൻ്റെ ഭാഗമായിരുന്ന ഗുഹകൾ കാണാം. ഈ ഭിത്തിയിൽ 5-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവശേഷിപ്പിച്ച കുരിശുകൾ കൊത്തി വെച്ചിട്ടുണ്ട്. അവയ്ക്കും താഴെ 2-ാം ദേവാലയ കാലഘട്ടത്തിലെ ജെറുസലേം ദേവാലയ കാലഘട്ടത്തിലെ ഗുഹകളുടെ ഒരു നിരയുണ്ട്. കയ്യാഫാസിൻ്റെ കൊട്ടാരം ഈ സ്ഥലത്താണ് എന്ന് പാരമ്പര്യം പറയുന്നതിനാൽ യേശുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഈ ഭൂഗർഭാരതിയിൽ തടവിലാക്കിയിരിക്കാമെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഈ ഗുഹകൾ പല റോമൻ കാലഘട്ടത്തിലെ വീടുകളിലും സാധാരണമായിരുന്നുവെന്നതും അനുസ്മരിക്കേണ്ടതാണ്. തീർത്ഥാടകർ, വിശ്വാസികൾ ഈ ഗുഹകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും പത്രോസ് നിഷേധിക്കുന്നതും ഒപ്പം പത്രോസിൻ്റെ മാനസാന്തരവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പള്ളിയുടെ വടക്ക് ഭാഗത്ത് കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പുരാതന ഗോവണിയുണ്ട്. ഇത് 1-ാം ദേവാലയ കാലഘട്ടത്തിൽ ഉയർന്ന നഗരത്തിൽ നിന്ന് താഴ്ന്ന നഗരത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നിരിക്കാം. യേശു അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രിയിൽ ഈ വഴിയിലൂടെ ഗത്സമനിയിലേക്ക് പോയെന്ന് ചരിത്രം വിശ്വസിക്കുന്നു. Ecco, quindi come abbiamo ascoltato